Good morning to all. Today we are going to discuss the topic self-energy. Self-energy. രണ്ട് തരത്തിലുള്ള സെൽഫ് എനർജികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്ന് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി, മറ്റൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി. So gravitational self energy and electrostatic self energy. So നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി. എന്താണ് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി? സോ ദ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ മെറ്റീരിയൽ ബോഡി, ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ മെറ്റീരിയൽ ബോഡി, gravitational self energy of a material body is defined as its own potential energy, അപ്പോൾ ഒരു വസ്തുവിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയെയാണ്, ഒരു മെറ്റീരിയൽ ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജിയെയാണ് നമ്മളതിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഡെഫിനിഷനെ ഇങ്ങനെയും പറയാം. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ assembling the body from its constituent particles which were distributed initially at infinite separation. ഓക്കെ, അതായത് ഒരു വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് ആ വസ്തു അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത്, ആദ്യമേ ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത് ഈ വസ്തു ഉണ്ടാവാൻ എത്രമാത്രം വർക്കാണോ ചെയ്തത് അതിനെയാണ് ആ വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. സപ്പോസ് നമ്മൾ ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ എടുക്കുകയാണ്, ഒരു 2 പാർട്ടിക്കിൾസ് ഉള്ള ഒരു സിസ്റ്റം. സപ്പോസ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യുകയാണ്. അതിൽ ആദ്യത്തെ പാർട്ടിക്കിൾ ith പാർട്ടിക്കിൾ, അതിൻ്റെ മാസ് ഞാൻ MI എന്നും, രണ്ടാമത്തെ പാർട്ടിക്കിൾ jth പാർട്ടിക്കിൾ, അതിൻ്റെ മാസ് MJ എന്നും വിളിക്കുകയാണ്. ഓക്കെ, സപ്പോസ് ഇത് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് RIJ ആണെന്ന് ഞാൻ എടുക്കുന്നു, RIJ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു, ഈ MI MJ എന്ന് പറയുന്ന 2 പാർട്ടിക്കിളുകൾ ആദ്യം ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിൽ യാതൊരു തരത്തിലുള്ള ഫോഴ്സുകളും ഇല്ല, ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലാണ്. ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇനീഷ്യലി 0 ആയിരുന്നു, ബിക്കോസ് ദേ ആർ അറ്റ് ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ. അങ്ങനെ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലിരുന്ന ഈ 2 പാർട്ടിക്കിളിനെ ഈ RIJ ഡിസ്റ്റൻസ് അകലെ ഉള്ള, അല്ലെങ്കിൽ RIJ എന്ന് പറയുന്ന സെപ്പറേഷനിലേക്ക് ഈ 2 പാർട്ടിക്കിളുകളെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മൾ എത്ര വർക്കാണോ ഈ സിസ്റ്റത്തിന് മുകളിൽ ചെയ്തത് അതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ MI MJ എന്ന് പറയുന്ന 2 പാർട്ടിക്കിളുകൾ നിലവിൽ RIJ ഡിസ്റ്റൻസ് അകലെയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതിനെ ഈ രീതിയിൽ അസംബിൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്കാണ്. സോ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമുക്ക് UIJ ഈസ് ഈക്വൽ ടു -G × MI MJ ഡിവൈഡഡ് ബൈ
RIJ ആണെന്ന് പറയാം. സോ ഇതാണ് ഈ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇത് തന്നെയാണ് ഈ പറഞ്ഞ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. സോ ദ വർക്ക് ഡൺ ഇൻ അസംബ്ലിംഗ് എ സിസ്റ്റം ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വിച്ച് വെർ ഇനീഷ്യലി അറ്റ് ഇൻഫൈനൈറ്റ് സെപ്പറേഷൻ ഈസ് കോൾഡ് ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് ദാറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ കേസിലുള്ള ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജിയാണ് നമ്മൾ പറഞ്ഞത്. അതേസമയം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഒരു N പാർട്ടിക്കിൾ സിസ്റ്റമാണെന്ന് വിചാരിക്കുക. അതായത് N നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് ആൻ N പാർട്ടിക്കിൾ സിസ്റ്റം. ഇത്തരത്തിലുള്ള ഒരു N പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്? അപ്പോൾ N പാർട്ടിക്കിൾ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ ഇതിലുള്ള ഓരോ പാർട്ടിക്കിളുകളും ഇനീഷ്യലി ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലായിരുന്നു. അതിനുശേഷം ഇതിനെ നമ്മൾ ഈ രീതിയിലേക്ക് ഈ സിസ്റ്റത്തെ അസംബിൾ ചെയ്യാൻ എത്രമാത്രം വർക്കാണോ ചെയ്തത് അതായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി. അപ്പോൾ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിലുള്ള ഓരോ പെയറുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇതിലുള്ള ഓരോ പെയറുകളും നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ പെയറും കൺസിഡർ ചെയ്ത് അതിൻ്റെ ഇത് തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ ഇത് നമ്മൾ ഓൾറെഡി ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ N പാർട്ടിക്കിൾ സിസ്റ്റം ഈ മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ പറഞ്ഞത് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് -GMImj/RIJ. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാർട്ടിക്കിൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മൾ പറയുന്ന ഒരു N പാർട്ടിക്കിൾ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ഓരോ പെയറുകളും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ ഓരോ പെയറുകളും കൺസിഡർ ചെയ്ത് സമ്മേഷൻ ചെയ്തെടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. സോ ദാറ്റ് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി ഓർ ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി US സെൽഫ് എനർജി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ S എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ദി ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് ദിസ് N പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ എല്ലാ പെയറുകളും എടുക്കുന്നു. സോ MImj/RIJ ഇതിൻ്റെ സമ്മേഷൻ എടുക്കും. എങ്ങനെയാണ് സമ്മേഷൻ എടുക്കുക? ഇതിൽ നമുക്ക് ഐയും ഉണ്ട് ജെയും ഉണ്ട്. സോ ഇതെങ്ങനെ വേരി ചെയ്യും? N പാർട്ടിക്കിൾ ആയതുകൊണ്ട് I ഈസ് ഈക്വൽ ടു 1 to N, 1 മുതൽ N വരെയുള്ള എല്ലാ പാർട്ടിക്കിൾസും എടുക്കണം. ആൻഡ് J ഈസ് ഈക്വൽ ടു 1 to N. പക്ഷേ കണ്ടീഷൻ ഇതാണ്, പെയറുകളാണ്. സോ I എങ്ങനെയായിരിക്കണം? I നോട്ട് ഈക്വൽ ടു J ആയിരിക്കണം. ഓക്കെ, സോ ഈ രീതിയിൽ എടുക്കുന്നു. ഇതിൻ്റെ ടോട്ടൽ പെയർ എന്ന് പറയുന്നത് ഓക്കെ, സോ ഇവിടെ -G ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം? ഈ MImj/RIJ എന്ന് എടുക്കുമ്പോൾ ഇപ്പം ഞാൻ M1 M2/R12 എന്ന് എടുത്തു. അതേസമയം M2 M1/R12 എന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ R21 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും ഫലത്തിൽ ഇത് ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പെയറിനെ നമ്മൾ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഒരു പെയറിനെ നമ്മൾ 2 തവണ കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 1/2 കൊണ്ട് നമ്മളിതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ എക്സ്പ്രഷനെ നമ്മളൊരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഈസ് -G/2 ഇൻറ്റു സം ഓവർ I ഈസ് ഈക്വൽ ടു 1 to N സം ഓവർ J ഈക്വൽ ടു 1 to N വെർ I നോട്ട് ഈക്വൽ ടു J. MImj/RIJ ആയിരിക്കും ഈ പറഞ്ഞ N പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. സോ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു സിസ്റ്റം നമ്മളെടുത്താൽ ആ സിസ്റ്റത്തെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത് ആ രീതിയിൽ ആക്കാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്രയാണോ അതിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് വിളിക്കുക. ഓക്കെ, നൗ we are going to derive an expression for the gravitational self energy of a uniform solid sphere. Gravitational self energy of a uniform solid sphere. Gravitational self energy of a uniform solid sphere. So consider a solid sphere. Consider a solid sphere of mass capital M, radius capital R, and having a uniform density density rho. Okay, now we assume that
we assume that the sphere is formed by depositing infinitesimally thin spherical shells. Okay, so consider one such shell of thickness dr, and consider one such shell of thickness dr, okay, deposited on a core of radius r. ഓക്കെ, ഇവിടെ കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒരു സ്പിയറിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജിയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എനി ബോഡി, ഏത് വസ്തുവിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറഞ്ഞാലും ആ വസ്തുവിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത് ആ രൂപത്തിലാക്കാൻ ചെയ്യേണ്ട വർക്ക് എത്രയാണോ അതിനെയാണ് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് വിളിക്കുക. അപ്പോൾ ഒരു സ്പിയർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ അസ്യൂം ചെയ്യുന്നു, ഒരു സ്പിയർ ഫോം ചെയ്യുന്നത് കുറേ തിൻ സ്പെറിക്കൽ ഷെൽസ് അസംബിൾ ചെയ്തിട്ടാണ് ഒരു സ്പിയർ ഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതിനായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്ഫിയറിൻ്റെ ആണ്, ഓഫ് ക്യാപിറ്റൽ എം മാസ്, ക്യാപിറ്റൽ ആർ റേഡിയസ്, അതുപോലെ തന്നെ ഡെൻസിറ്റി റോയ്. നമ്മൾ ആദ്യം ചെയ്യുന്ന ഇങ്ങനെയാണ്. ഞാനിതിന് ഒരു ചെറിയൊരു കോറ് കൺസിഡർ ചെയ്യുകയാണ്. ഇങ്ങനെയുള്ളൊരു സ്പിയർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ സ്പിയർ, ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് സപ്പോസ് സ്മോൾ ആർ ആണെന്ന് എടുക്കുക. ഇങ്ങനെ സ്മോൾ ആർ റേഡിയസ് വരുന്ന ഒരു സ്പിയറിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറിയൊരു ഷെല്ല്, ഒരു ഇൻഫൈനൈറ്റ്സിമലി തിന്നായിട്ടുള്ള ഒരു ചെറിയ ഷെല്ല് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ ഷെല്ലിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് സപ്പോസ് dr ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും തിന്നായിട്ടുള്ള കുറേ ഷെല്ലുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ നമ്മുടെ യൂണിഫോം സോളിഡ് സ്ഫിയർ കിട്ടുന്നത്, ഓഫ് റേഡിയസ് ക്യാപിറ്റൽ ആർ ആൻഡ് മാസ് ക്യാപിറ്റൽ എം ആൻഡ് ഡെൻസിറ്റി റോ. അപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ആർ റേഡിയസ് ക്യാപിറ്റൽ എം മാസ് ഉള്ള ഈ വലിയ സോളിഡ് സ്ഫിയർ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന ടോട്ടൽ വർക്ക് എത്രയാണോ ആ വർക്കാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ എനർജി തന്നെയായിരിക്കും ഈ സിസ്റ്റത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്തത് ഒരു സ്മോൾ ആർ റേഡിയസ് ഉള്ള ഒരു കോർ, ഒരു ചെറിയൊരു സ്പിയർ നമ്മൾ ഉള്ളിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്ത ആ കോറിൻ്റെ മാസ് ഓഫ് ദി കോർ, ആ കോറിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കറിയാം ആ കോറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ സ്മോൾ ആർ ക്യൂബാണ്. സ്മോൾ ആർ റേഡിയസ് വരുന്ന ആ ഉള്ളിൽ കൺസിഡർ ചെയ്ത ചെറിയ സ്പിയറിൻ്റെ മാസ് 4/3 പൈ ആർ ക്യൂബ് വോളിയം ഇൻറ്റു ഇതിൻ്റെ ഡെൻസിറ്റി റോയാണ്. ഓക്കെ, ഇനി ഈ പറഞ്ഞ കോറിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചെറിയൊരു ഷെല്ല് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് ദി ഷെല്ല്, ഈ കോറിൻ്റെ മാസിനെ ഞാൻ സ്മോൾ എം എന്നും ഈ ഷെല്ലിൻ്റെ മാസിനെ ഞാൻ dm എന്നും വിളിക്കുകയാണ്. അപ്പോൾ ഈ കോറിൻ്റെ മുകളിലേക്ക് dr തിക്നെസ് ഉള്ള ഒരു ഷെല്ലാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മാസ് ഓഫ് ദ ഷെൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം ഓഫ് ദ ഷെൽ മൾട്ടിപ്ലൈഡ് വിത്ത് ഡെൻസിറ്റി ആയിരിക്കും. അപ്പോൾ dr തിക്നെസ് വരുന്ന ആ ഷെല്ലിൻ്റെ ഇന്നർ റേഡിയസ് സ്മോൾ ആർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4πr² dr ആണ്. ഇപ്പോൾ വോളിയം കിട്ടി, അതിനെ റോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഷെല്ലിൻ്റെ മാസ് കിട്ടി. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ് ഓഫ് ദ കോർ, ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദി സർഫസ് ഓഫ് ദ കോർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു -g ഇൻറ്റു കോറിൻ്റെ ആണ്, സർഫസ് ഓഫ് ദ കോറാണ്. അപ്പോൾ കോറിൻ്റെ മാസ് സ്മോൾ എം ആണ് നമ്മൾ പറഞ്ഞത്. സോ -gm ഡിവൈഡഡ് ബൈ r ആണ്. കാരണം നമുക്കറിയാം ഒരു സ്പിയറിൻ്റെ ഓഫ് സ്മോൾ ആർ റേഡിയസ് ആണെങ്കിൽ അതിൻ്റെ സർഫസിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -gm ഡിവൈഡഡ് ബൈ r ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്ത എക്സ്പ്രഷനാണ്. സോ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ കോർ ഈസ് -gm ബൈ r ആണ്. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന -gm ഡിവൈഡഡ് ബൈ r എന്ന് പറയുന്നത് ഈ സ്മോൾ ആർ റേഡിയസ് വരുന്ന ഇതിൻ്റെ സർഫസിൽ ഈ പോയിൻറ്റിലുള്ള ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലാണ്.
അങ്ങനെയാണെങ്കിൽ ദി എനർജി റിലീസ്ഡ് വെൻ ദ ഷെൽ ഈസ് ഡെപ്പോസിറ്റഡ്, ഈ കോറിൻ്റെ മുകളിലാണ് നമ്മൾ ഷെല്ല് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പം ഈ dr തിക്നെസ് വരുന്ന ഷെല്ല് ഈ കോറിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അവിടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി, du എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുക. സോ du ഈസ് ഈക്വൽ ടു v ഇൻറ്റു dm ആയിരിക്കും. അതായത് ഇതിൻ്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ v ആണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും എന്ത് ചെയ്യുന്നു? ഒരു ഷെല്ല് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഷെല്ലിൻ്റെ മാസ് dm ആണ്. അപ്പോൾ ഈ v ഇൻറ്റു dm ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷെല്ല് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി എനർജി എത്രയാണ്, അല്ലെങ്കിൽ ഷെല്ല് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എത്രയാണെന്ന് കിട്ടും. ദാറ്റ് ഈസ് v ഈസ് മൈനസ് gm/r ആണ് ഇൻറ്റു dm എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് g ഡിവൈഡഡ് ബൈ r ആൻഡ് സ്മോൾ m നമ്മൾ ഓൾറെഡി അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 4/3 പൈ r ക്യൂബ് റോ ആണ്. ഡി എമ്മിൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് 4πr² dr റോ ആണ്. സോ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം മൈനസ് 16/3 ഇൻറ്റു g π² റോ സ്ക്വയർ r⁴ dr എന്ന് വരും. അപ്പോൾ സ്മോൾ ആർ തിക്നെസ് വരുന്ന ഒരു കോറിൻ്റെ മുകളിലേക്ക് dr തിക്നെസ് വരുന്ന ഒരു ഷെല്ല് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴുള്ള എനർജിയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം ഷെല്ലുകൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ക്യാപിറ്റൽ ആർ റേഡിയസ് വരുന്ന വലിയ സ്പിയർ നമുക്കുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ എനർജി റിലീസ്ഡ്, സോ ദി ടോട്ടൽ എനർജി റിലീസ്ഡ് when the entire sphere of radius capital R is formed. അപ്പോൾ ക്യാപിറ്റൽ ആർ റേഡിയസ് വരുന്ന ഈ വലിയ സ്പിയർ ഫോം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ടോട്ടൽ എനർജി റിലീസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ ദാറ്റ് ഈസ് ആ ടോട്ടൽ എനർജി റിലീസിനെ ആയിരിക്കും നമ്മൾ എന്ത് വിളിക്കുക? ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി എന്ന് വിളിക്കുക. കാരണം ആ ക്യാപിറ്റൽ ആർ റേഡിയസ് വരുന്ന സ്പിയർ ഫോം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജി എത്രയാണോ, അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ട വർക്ക് എത്രയാണോ, അതാണ് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി. സോ അത് കാണാൻ നമുക്ക് മുകളിൽ കിട്ടിയ എക്സ്പ്രഷനെ നമുക്ക് 0 ടു ക്യാപിറ്റൽ ആർ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് മൈനസ് 16/3 g π² റോ സ്ക്വയർ, ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഫ്രം ഇൻ്റഗ്രൽ 0 ടു r⁴ dr. ഓക്കെ, സോ നൗ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ഇൻ്റഗ്രൽ r⁴ എന്ന് പറഞ്ഞാൽ r⁵ ഡിവൈഡഡ് ബൈ 5 വരും. സോ ദാറ്റ് ഈസ് us ഈസ് ഈക്വൽ ടു മൈനസ് 16/3 g π² റോ സ്ക്വയർ ഇൻറ്റു r⁵ ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. ഓർ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാം, മൈനസ് 3g ഡിവൈഡഡ് ബൈ 5r ഇൻറ്റു 4/3 പൈ r³ റോ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഈ 4/3 പൈ r³ റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3 പൈ r³ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത വലിയ സ്പിയറിൻ്റെ വോളിയമാണ്. അതിനെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പിയറിൻ്റെ മാസ് കിട്ടും. സോ ദിസ് വിൽ ബി മൈനസ് 3gm² ഡിവൈഡഡ് ബൈ 5r എന്ന് വരും. സോ ദിസ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എ യൂണിഫോം സോളിഡ് സ്പിയർ ഓഫ് മാസ് ക്യാപിറ്റൽ M ആൻഡ് റേഡിയസ് ക്യാപിറ്റൽ R. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എർത്താണ്. ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എർത്ത്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന ഇതാണ്, എർത്തിനെ നമ്മൾ ഒരു യൂണിഫോം സോളിഡ് സ്ഫിയറായിട്ട് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, അസ്യൂം എർത്ത് ആസ് എ യൂണിഫോം സോളിഡ് സ്ഫിയർ. അങ്ങനെ എർത്ത് ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആണെങ്കിൽ നമുക്കൊരു യൂണിഫോം സോളിഡ് സ്ഫിയറിൻ്റെ ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജിയുടെ എക്സ്പ്രഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മൈനസ് 3gm² ഡിവൈഡഡ് ബൈ 5r ആണ്. അപ്പോൾ എർത്തിനെ സംബന്ധിച്ച് എർത്തിൻ്റെ us ഈസ് ഈക്വൽ ടു മൈനസ് 3gm² ബൈ 5r. സോ എർത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്, മാസ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5.98 ഇൻറ്റു 10⁻24 കിലോഗ്രാം ആണ്. അതുപോലെ എർത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് ഈസ് 6000 or 6.4 ഇൻറ്റു 10⁻6 മീറ്റർ ആണ്. 6400 കിലോമീറ്റർ എന്ന് നമ്മൾ പറയും. ഇനി g
ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, ഇറ്റ് 6.672 ഇൻറ്റു 10⁻⁻11 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ സെൽഫ് എനർജി ഓഫ് എർത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് -3/5 6.672 ഇൻറ്റു 10⁻⁻11 multiplied with 5.98 into 10⁻24 whole square divided by r is 6.4 into 10⁻6. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക 2.237 ഇൻറ്റു 10⁻32 ജൂൾ എന്നാണ്. സോ എന്താണ് ഇതിൻ്റെ അർത്ഥം? എർത്തിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസ് അസംബിൾ ചെയ്ത് ഒരു എർത്തിനെ ഒരു യൂണിഫോം സോളിഡ് സ്ഫിയർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എങ്കിൽ ആ എർത്തിനെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസിൽ നിന്നും അസംബിൾ ചെയ്ത് ഫോം ചെയ്യാൻ ഇത്രമാത്രം എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ എർത്തിനെ നമുക്ക് ക്രഷ് ചെയ്ത് സപ്പോസ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് പാർട്ടിക്കിൾസായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഇതിനെ ഇൻഫൈനൈറ്റ് സെപ്പറേഷനിലേക്ക് ഇതിൻ്റെ പാർട്ടിക്കിൾസിനെ വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് വർക്ക് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് എ വെരി ഹ്യൂജ് വാല്യൂ ആണ്, ഒരു ഹ്യൂജ് വാല്യൂ ആണ്. ഓക്കെ, so this is about the gravitational self energy. so നമുക്ക് നെക്സ്റ്റ് സെഷനിൽ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് സെൽഫ് എനർജി എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.